നമ്മുടെ മക്കളോ അതുമല്ലെങ്കിൽ അതുപോലെ നാമായി അടുപ്പമുള്ളവരോ ആരെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരിക, അങ്ങനെ ഏതെങ്കിലും ഒരു അത്യാപത്തിൽപ്പെടുക എന്ന് വന്നാൽ നമുക്ക് വലിയ മനക്ലേശമായിരിക്കും. അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ഈ രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്ന അവസ്ഥ ഓർക്കുമ്പോൾ എനിക്കുണ്ടാകുന്നത്. രാഹുൽ ഈശ്വർ എൻ്റെ ശിഷ്യനായിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴും നല്ല ബന്ധം തുടരുന്ന വളരെ നല്ല ഒരു ശിഷ്യനാണ്. രാഹുൽ ഈശ്വർ ശിഷ്യനായിരുന്നു എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ BA പഠിക്കുമ്പോഴാണ് എൻ്റെ ശിഷ്യനായിരിക്കുന്നത്. ആ സമയത്ത് പ്രഗത്ഭനായ, ആ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ കുട്ടിയായിരുന്നു. അതുമാത്രവുമല്ല, രാഹുൽ ഈശ്വറിൻ്റെ വ്യക്തിത്വത്തെ പറ്റി പറയുമ്പോൾ ഒരു വെഴ്സറ്റൈൽ പേഴ്സണാലിറ്റി എന്നോ മറ്റോ നമുക്ക് പറയാം. അതായത് വിവിധ മേഖലകളിൽ നൈപുണ്യമുള്ള ഒരു നല്ല ക്യാരക്ടർ, നന്നായി പഠിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു രാഹുൽ ഈശ്വർ. അങ്ങനെ ഇരിക്കെ രാഹുൽ ഈശ്വർ 3rd ഇയർ BA പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, പരീക്ഷയൊക്കെ ആകുന്നതിനൊക്കെ മുമ്പ് 3rd ഇയർ ബിഗിനിങ്ങിൽ എന്നോട് പറയുന്നു, ടീച്ചറെ ഞാൻ കുറച്ച് ദിവസം ക്ലാസ്സിൽ കാണില്ല കേട്ടോ. എന്താടോ കുറച്ച് ദിവസം ക്ലാസ്സിൽ കാണില്ലാത്ത? അതെ, എനിക്ക് ബോംബെ വരെ ഒന്ന് പോകണം. ബോംബെ വരെ പോവുകയോ? അതിനെന്താ കുറേ ദിവസം വേണ്ടി വരുന്നത്? ഫ്ലൈറ്റിലാണ് പോകുന്നെങ്കിൽ ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല, എനിക്ക് ആചാര്യ ഓഷോ രജനീഷിൻ്റെ ആശ്രമത്തിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, ആ കാലത്തൊക്കെ അവിടെ ഫ്രീ സെക്സ് ആണെന്നും അങ്ങനെ പലതരത്തിലുള്ള കിംവദന്തികളും, അതൊക്കെ എങ്ങനെ എന്തുമാത്രം വസ്തുനിഷ്ഠമാണ് എന്നൊന്നും അറിയില്ല, എങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ വിദേശികളും സ്വദേശികളുമായ ധാരാളം പേര് ആ ആശ്രമത്തിൽ വരുന്നുവെന്നും അവിടെ ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട് എന്നും ഒക്കെ കേട്ടിട്ടുള്ള സാഹചര്യത്തിലാണ്. അപ്പോൾ അതൊരു അപകടകരമായ മേഖലയാണല്ലോ രാഹുൽ, നീ എന്തിനാണ് ഇപ്പോൾ അവിടെ പോകുന്നത് കുട്ടി എന്ന് ചോദിച്ചപ്പോൾ, ടീച്ചറെ അപകടകരമായ മേഖലയായതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവിടെ ഒന്ന് പോകണമെന്ന് തോന്നുന്നത്. എനിക്ക് ശക്തമായ രീതിയിൽ അതിനെ എതിരിടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ട് അത് നമ്മൾ കേൾക്കുന്നത് ശരിയാണോ എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നേരിട്ട് പോയി. അതല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതിയിരിക്കുന്നത് കണ്ടോ വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് പോയി കാര്യങ്ങൾ ഗ്രഹിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അവിടെ പോകുന്നത്. വീട്ടിലൊക്കെ ഞാൻ പെർമിഷൻ മേടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ പോയി തൻ്റെ ഗവേഷണ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാവുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് തിരികെ വന്നതിന് ശേഷം അതിനെതിരെ പ്രവർത്തിക്കേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളതും ആലോചിച്ച് രീതിയിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി പോയി ഏകദേശം 1 മാസം കഴിഞ്ഞാണ് തിരിച്ചെത്തുന്നത്. പക്ഷെ തിരിച്ചെത്തിയപ്പോഴും ഞാൻ ചോദിച്ചു, പോയ കാര്യം നടന്നോ? പറഞ്ഞു, ഇല്ല ടീച്ചറെ, എനിക്ക് ആ ആശ്രമത്തിൽ കയറാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ അത് കൂടാതെ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ എനിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യ അമ്പലങ്ങളിലൊക്കെ പോയി. പക്ഷേ ഈ ആചാര്യ ഓഷോ രജനീഷിൻ്റെ ആശ്രമത്തിൽ എനിക്ക് കയറി പറ്റാൻ പറ്റിയില്ല. കാര്യങ്ങൾ പുറത്തു നിന്ന് ഗ്രഹിച്ചതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയ കാര്യം നടന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സങ്കടം ആ ഭാവത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, വേണ്ട രാഹുൽ, അതോർത്ത് സങ്കടപ്പെടേണ്ട. രാഹുലിനേക്കാൾ എത്രയോ പ്രായമായവർ, ഈ രാജ്യത്തിൻ്റെ നീതിയും സമാധാനവും ഒക്കെ പാലിക്കേണ്ടവർ, അങ്ങനെ എല്ലാ തട്ടിലുമുള്ളവർ, ഭരണകർത്താക്കൾ ഒക്കെ ഉണ്ട് ഇവിടെ. അവർക്കാർക്കും ഇതിൽ അസഹ്യത തോന്നില്ലെങ്കിൽ അതങ്ങനെ തൽക്കാലം നടക്കട്ടെ. അപ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ, തനിക്ക് കുറച്ചും കൂടി തൻ്റെ ഇടമൊക്കെ ആയി കഴിയുമ്പോൾ ആകാമല്ലോ എന്ന് പറയുന്നു. അങ്ങനെ രാഹുൽ ഈശ്വർ ആസ് യൂഷ്വൽ ക്ലാസ്സിലിരിക്കാനും അങ്ങനെ പഠിക്കുകയും ചെയ്തു. അങ്ങനെ നന്നായി പഠിക്കുന്നു. വർഷാവസാനം അവർക്ക് ഒരു ടൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷാവസാനം ടൂറ് പോകുമ്പോൾ അവിടെ ലേഡി ടീച്ചേഴ്സ് അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ഞാനാണ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. എനിക്ക് താഴെ ഒരു ടീച്ചറോ മറ്റേ ഉള്ളൂ. ആ ടീച്ചർ തന്നെ ലീവായിരുന്നു ആ സമയത്ത്, ഇവർ ടൂർ പോകുന്ന സമയത്ത്. അപ്പം ടൂർ പോകുമ്പോൾ ഇവർ മാത്രമല്ല, 2nd MA കുട്ടികളും കൂടിയാണ് ടൂർ പോയത്. ജെന്റിൽമെൻ ടീച്ചേഴ്സ് മാത്രമായിരുന്നു ഇവരുടെ കൂടെ ഗൈഡൻസിനായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ പോയി, എനിക്ക് തോന്നുന്നു 2 ദിവസത്തെ ടൂറോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു.
പിന്നെ പരീക്ഷയാകുന്നു. പരീക്ഷയും കഴിഞ്ഞ് കോളേജ് അടയ്ക്കുന്നു. തേർഡ് ഇയർ ആണ്. അപ്പോൾ ഇവരുടെ തേർഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ MA കുട്ടികളും തേർഡ് ഇയർ BA കുട്ടികളും കൂടെ ഒന്നിച്ചാണ് ടൂറ് പോയത്. അങ്ങനെ ടൂറും എല്ലാം കഴിഞ്ഞ് വന്നു. പിന്നെ പരീക്ഷയും എല്ലാം കഴിഞ്ഞു. കോളേജ് അടയ്ക്കുന്നു. കോളേജ് അടച്ചിരിക്കുന്ന ദിവസമാണ് ഒരു ദിവസം രാഹുൽ ഈശ്വരും അമ്മയും കൂടി, അമ്മ ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ് രാഹുൽ ഈശ്വറിൻ്റെ അമ്മ, അമ്മയും രാഹുൽ ഈശ്വറും കൂടി എൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ വന്നപ്പോൾ എന്താണ് കാര്യം, അപ്രതീക്ഷിതമായിട്ട് എന്നെ വിളിച്ച് ചോദിച്ച് വീട്ടിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് വരുന്നത്. എങ്കിൽ പോലും എന്താണ് കാര്യം എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ വന്നു കഴിഞ്ഞ് ചോദിച്ചപ്പോൾ സെക്കൻഡ് ഇയർ MAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ പേര് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആ കുട്ടി പിന്നെ രാഹുൽ ഈശ്വറുമായിട്ട്, രാഹുൽ ഈശ്വർ തേർഡ് ഇയർ എക്കണോമിക്സ് കഴിഞ്ഞതേ ഉള്ളൂ, എക്കണോമിക്സ് BA കഴിഞ്ഞു, ആ കുട്ടി എക്കണോമിക്സ് MA കഴിഞ്ഞു. ഈ രണ്ട് ബാച്ചും കൂടിയായിരുന്നു ഒന്നിച്ച് ടൂറിന് പോയിരുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ഇയർ MA കഴിഞ്ഞ ആ പെൺകുട്ടിക്ക് രാഹുലിനോട് കലശലായ പ്രേമം. രാഹുൽ എന്നെ കിട്ടിയേ അടങ്ങൂ എന്ന് പറഞ്ഞ് രാഹുലിൻ്റെ പുറകെ നടക്കുക, വീട്ടിൽ വരെ ചെന്ന് അമ്മയോടും ഒക്കെ പറഞ്ഞ്. അപ്പോൾ രാഹുൽ പറഞ്ഞു, എനിക്കൊരു താല്പര്യമില്ല, ആ കുട്ടിക്ക് എന്നോട് പ്രേമമോ എന്തോ ആയിക്കൊള്ളട്ടെ, എന്തായാലും എനിക്ക് താല്പര്യമില്ലെന്ന് തീർത്ത് പറഞ്ഞു. അമ്മയുടെ അടുത്ത് തന്നെ വെച്ച് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി അവസാനം ചോദിക്കുകയാണ്, എനിക്ക് രാഹുലിന് എന്നെ കെട്ടാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, എനിക്കതിന് പ്രശ്നമില്ല, എനിക്ക് രാഹുലിൻ്റെ ഒരു കുഞ്ഞിനെ വേണം, അതിനുള്ള അവസരം ഉണ്ടാക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിടെയാണ് രാഹുലിൻ്റെ അമ്മയും ഞെട്ടിപ്പോകുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, എന്താ ഈ പറയുന്നത്, കല്യാണം കഴിക്കാതെ ഒരു കുഞ്ഞിനെ വേണം എന്നൊക്കെ പറഞ്ഞാൽ അതിനാര് ഉത്തരവാദിയാകും, ആരാണ്? എനിക്കെന്തായാലും രാഹുൽ പറഞ്ഞു, രാഹുലിന് അങ്ങനെ ഒരു ബന്ധത്തെപ്പറ്റി ആലോചിക്കാൻ പോലും താല്പര്യമില്ല, ഒരു കാരണവശാലും അതിനെ വശപ്പെടുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ ആ കുട്ടി സൂയിസൈഡ് ചെയ്യും, അങ്ങനെ ഇങ്ങനെ പലതും പറഞ്ഞ് ഭയപ്പെടുത്താനൊക്കെ നോക്കി. ആ സാഹചര്യത്തിലാണ് അവർ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ടീച്ചർ എന്തെങ്കിലും ഒരു പ്രതിവിധി ഇതിന് കണ്ടു തരണം, ആ കുട്ടിയെ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കി തരണം, എനിക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത ഇഷ്യൂ ആണ്, ആ കുട്ടിക്ക് അങ്ങനെ ഞാൻ ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ചു. ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അത് ടൂർ പോയിരുന്ന അവസരത്തിലാണ് എനിക്ക് രാഹുൽ വളരെ മിടുക്കനാണെന്നും ഒക്കെ അങ്ങനെ പലതും മനസ്സിലാക്കിയതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നിപ്പോയി. ഇനി എനിക്ക് മാറ്റാൻ പറ്റാത്ത രീതിയിൽ ആ സ്നേഹം കിടക്കുകയാണ്, ടീച്ചറെ ക്ഷമിക്കണം എന്നോട്, എനിക്കത് കൂടിയേ തീരൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടി അങ്ങനെ വിചാരിക്കരുത്, അയാൾക്ക് തന്നെ താല്പര്യമില്ലെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് പോലും എന്തൊരു വൃത്തികെട്ട ഒരു കാര്യമായി പറയുന്നത്. അയാൾ തേർഡ് ഇയർ BAക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു 20 വയസ്സിൽ താഴെ മാത്രമേ രാഹുലിന് പ്രായം കാണുള്ളൂ. താനാണെങ്കിൽ MA സെക്കൻഡ് ഇയർ കഴിഞ്ഞു, തനിക്ക് 10, 22, 23 വയസ്സൊക്കെ എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ പ്രായമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതുപോലും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഈ രീതി അനുസരിച്ച്. രീതിക്ക് വിരുദ്ധമായിട്ട് പലരും പറയും. പക്ഷെ എന്തായാലും ആ കുട്ടിക്ക്, അതിൻ്റെ അമ്മയ്ക്ക്, അവൻ്റെ കുടുംബത്തിന് ഒന്നും ഒരു താല്പര്യവുമില്ല. അത് തന്നെയുമല്ല, നിങ്ങൾ 2 കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുമാണ്. അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുക പോലും വേണ്ട. അതുകൊണ്ട് കുട്ടി നല്ലവണ്ണം ആലോചിച്ചിട്ട് തൻ്റെ അമ്മയെ കൂട്ടി അമ്മയോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ആ അമ്മയോടും ചെന്ന് പറഞ്ഞാൽ അമ്മയും വലിയ സങ്കടത്തിലാണ്, ഇങ്ങനെ ഒരു പ്രശ്നം താൻ സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ കുട്ടിയെ കഴിവതും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, അതായത് തിരിച്ച് ഒരു കാരണവശാലും ഇത്തരം താല്പര്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് ചെന്ന് വീഴരുത്, അത് തൻ്റെ ഭാവി ജീവിതത്തെ അപകടത്തിലാക്കും, ഇപ്പോഴേ താല്പര്യമില്ലാത്ത ഒരാളെ ബലമായിട്ട് കല്യാണം കഴിക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാവണം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് വെച്ചാൽ തന്നെ അത് തൻ്റെ ഭാവിയെ മുഴുവനും നശിപ്പിക്കും. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേ വേണ്ട, നല്ല കുട്ടിയായിട്ട്. അപ്പോൾ എനിക്ക് കുട്ടിയുടെ വീടിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ല. കാരണം അത് പറഞ്ഞാലും മറ്റുള്ളവർ ഒരു പക്ഷേ ചിലരെങ്കിലും അറിയുന്ന ഒരു കുട്ടിയുടെ അമ്മ, അപ്പോൾ ആ സമയത്ത് കുട്ടിയുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അമ്മയായിട്ട് സംസാരിക്കാൻ, അപ്പോൾ അമ്മ ഇപ്പോൾ തൽക്കാലം സ്ഥലത്തില്ല, ആ രീതിയിലാണ് അന്ന് ആ കുട്ടി എന്നോട് സംസാരിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ടീച്ചറുമായിട്ട് അമ്മയ്ക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും കുട്ടി ഇതിൽ നിന്നൊക്കെ മാറി ഇപ്പം MA ഒക്കെ കഴിഞ്ഞല്ലോ, ജയിച്ച് ഒക്കെ വരുവാണെങ്കിൽ ഒരു നല്ല ജോലിയൊക്കെ കിട്ടി നല്ല മിടുക്കിയായിട്ട് വരണം എന്നൊക്കെ ടെലിഫോണിലാണ്, നേരിട്ടല്ല, ഞാൻ പറഞ്ഞ് ആ കുട്ടിയെ അയക്കുന്നു. അത് കഴിഞ്ഞിട്ടും ആ കുട്ടി അവരുടെ വീട്ടിൽ ചെന്ന് ഒരു അറ്റകൈ പ്രയോഗമൊക്കെ നടത്തി. പക്ഷെ നടത്തിയിട്ട് അവിടെ സൂയിസൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭീതിയൊക്കെ സൃഷ്ടിച്ചു. പക്ഷെ രാഹുലും
അമ്മയും പറഞ്ഞു ഞങ്ങൾ കോടതി കേസ് കൊടുക്കും ഇങ്ങനെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ ചെയ്യാതിരിക്കണമെന്ന് ടീച്ചർ പറഞ്ഞതുകൊണ്ടാണ് ഇതുവരെ ഞങ്ങൾ ചെയ്യാത്തത്. തൻ്റെ ഭാവിയെ ഓർത്ത് പിന്നെ അതുകൊണ്ട് ആ അമ്മ പറഞ്ഞു, ഒരു മാതൃവാത്സല്യത്തോടു കൂടി തന്നെ ആ അമ്മ പറഞ്ഞു, ഒരു കാരണവശാലും നടക്കാത്ത കാര്യത്തെപ്പറ്റി ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കരുത് മോള്, യു ഗോ ബാക്ക് എന്നും പറഞ്ഞ് അവർ ഒരു തരത്തിൽ തിരിച്ചയച്ചു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, രാഹുൽ ഈശ്വർ ഈ സാഹചര്യത്തിൽ, അപ്പം അമ്മ ഓഫീസിൽ പോകുന്ന സമയത്ത് ആ കുട്ടി രാഹുൽ ഈശ്വറിനെ കാണാൻ വരാൻ റെഡിയാണെന്ന് പല ആവർത്തി വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ ഞാനിവിടെ ഇല്ല, ഞാൻ വീട്ടിലില്ല, അങ്ങനെ പറഞ്ഞ് തള്ളി നീക്കി സൗഹൃദത്തിന് വേണ്ടി വരുന്നെന്ന് ആദ്യം വിചാരിച്ചതും അങ്ങനെ പോലും സമ്മതിച്ചില്ല, ഒറ്റയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെ ചെയ്ത ആ രാഹുൽ ഈശ്വർ എൻ്റെ വ്യക്തിത്വം ഏതെങ്കിലും തരത്തിൽ കളങ്കപ്പെട്ട വ്യക്തിത്വമായിരുന്നുവെങ്കിൽ ഈ സാഹചര്യം എത്രമാത്രം മുതലെടുക്കുമായിരുന്നു എന്നാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. പക്ഷെ രാഹുൽ ഈശ്വർ ആ സാഹചര്യം മുതലെടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ആ കുട്ടിയെ അമ്മയില്ലാത്തപ്പോൾ കാണാൻ പോലും കൂട്ടാക്കിയില്ല. അമ്മയുള്ളപ്പോൾ പോലും 1-2 തവണ മാത്രമാണ് വീട്ടിലേക്ക് ആ കുട്ടിയെ സ്വാഗതം ചെയ്ത്, അത് സ്വാഗതം ചെയ്യുകയല്ലായിരുന്നു, ഈ കാര്യത്തെപ്പറ്റി നെഗറ്റീവായിട്ടുള്ള റിമാർക്സ് അമ്മ വഴിയായിട്ട് ആ കുട്ടിയെ അറിയിച്ച് ആ കുട്ടിയെ പറഞ്ഞയക്കുക, അതിന് വേണ്ടിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള രാഹുൽ ഈശ്വറാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോടതി അലക്ഷ്യം നടത്തി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ജയിലിൽ കിടക്കുന്നത്. അപ്പം അത് കേട്ടപ്പോൾ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസുകാരുടെ അകമ്പടിയിൽ പോകുന്ന സമയത്ത് വിളിച്ചു പറയുന്നത് ഞാനും കേട്ടു, പുരുഷന്മാർക്കും ഉണ്ട് അവകാശങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഓർമ്മയിൽ അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പുരുഷന്മാർക്കും ഉണ്ട് അവകാശങ്ങളിൽ, കാരണം ഞാൻ 2 ആൺകുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുരുഷന്മാർക്കുണ്ട് അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ എന്നെ അത് തീർച്ചയായിട്ടും തേടിക്കൊണ്ടിരിക്കും. ആൺമക്കളുള്ള എല്ലാ അമ്മമാരെയും അത് വളരെ ശക്തമായിട്ട് സ്പർശിക്കും. ഈ ആൺകുട്ടികളുടെ അവകാശങ്ങളെ പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട, നമ്മൾ രാഹുൽ ഈശ്വരനെ മാത്രം ഓർത്താൽ മതി. രാഹുൽ ഈശ്വറിൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ കുട്ടിയുടെ അച്ഛനാകണം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വാശി പിടിച്ചു വന്നാൽ സാധാരണ രാഹുൽ ഈശ്വറിൻ്റെ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടി എന്ത് ചെയ്യും? അവൻ്റെ അമ്മയെ കൂട്ടി ചേർത്ത് വളരെ നല്ല രീതിയിൽ സംസാരിച്ച് ഒതുക്കി ആ കുട്ടിയെ തിരിച്ചു പറഞ്ഞയക്കാനായിരിക്കും എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്ന വെൽ ബ്രോട്ടപ്പ് മക്കള്, വളരെ നന്നായിട്ട് ശിക്ഷണത്തിൽ വളർത്തുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടി, അങ്ങനെ ആ കുട്ടിയെ വളർത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ആ കുട്ടി ഇതുപോലെയുള്ള ശീലങ്ങളുമായിട്ട് നിർബന്ധങ്ങളുമായിട്ട് അവിടെ എത്തിയത്. അതായത് ഒരു കുട്ടിയുടെ പരിപാലനം, ഒരു കുട്ടിയുടെ എന്താ പറയുക, ക്യാരക്ടർ ഫോർമേഷൻ, സ്വഭാവ രൂപീകരണം അതിൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ മുതൽ തുടങ്ങുന്നു എന്നാണ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അങ്ങനെ ഉദരത്തിൽ കിടക്കുമ്പോൾ മുതൽ തുടങ്ങുന്ന സ്വഭാവ രൂപീകരണം, അതാണ് ഒരു ടീനേജിലും അതുപോലെ കൗമാരത്തിലും യൗവനത്തിലും ഒക്കെ എത്തുമ്പോൾ അവരെ പിന്തുടരേണ്ടത്. കാരണം ഈ ഭ്രൂണത്തിൽ വെച്ച് മുതലേ ഈ സ്വഭാവ രൂപീകരണം നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും ആ നല്ല ശീലങ്ങൾ, നല്ല സ്വഭാവങ്ങൾ ഒരു വ്യക്തിയിലുണ്ടാവും. അങ്ങനെയാണ് നല്ല വ്യക്തികൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ അവളുടെ വ്യക്തിത്വത്തിൽ ഈ വൈകല്യം ഉണ്ടാകാൻ കാരണം തന്നെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഫോർമേഷൻ നടന്നിട്ടില്ല. അത് ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് കേട്ടാലും നമുക്ക് തോന്നും ഏകദേശമൊക്കെ ഈ ക്യാരക്ടർ ഫോർമേഷനുള്ള സാധ്യതകൾ വളരെ കുറവുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കാത്തത്. അപ്പൊ എന്തായാലും ആ കുട്ടിയുടെ അങ്ങനെയുള്ളൊരു കുട്ടിയെ കൈ കിട്ടിയാൽ അതുപോലെ ക്യാരക്ടർ ഫോർമേഷൻ ഇല്ലാതെ വളർന്ന ഒരു യുവാവാണെങ്കിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമെന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പൊ നമ്മൾ നമ്മുടെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെ വളർത്തുമ്പോൾ ആദ്യന്തം വളരെ ശ്രദ്ധയോടുകൂടി, അതായത് ഒരു നിഷാദനെ വളർത്തിയെടുക്കുന്നത് പോലെയല്ല, ഒരു ഉത്തമ പൗരനെ വളർത്തിയെടുക്കുകയാണ് ഒരു പേരൻസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഉത്തമ പൗരനെ, ഉത്തമ പൗരിയെ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ക്ലേശങ്ങൾ മാതാപിതാക്കൾ അനുഭവിക്കണം. മാതാപിതാക്കൾ അത് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട ഒരു കടമയാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. അത് രാഹുലിന്റെ കാര്യത്തിൽ നടന്നിരുന്നു. പക്ഷെ അവനെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞ് കലശലായ പ്രണയവും അഭിനയിച്ചു വന്ന പെൺകുട്ടിയെ അങ്ങനെ ഒരു ക്യാരക്ടർ ഫോർമേഷനിലല്ല വളർത്തിയത്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ആൺകുട്ടികളും ഉണ്ട്,
അതായത് യാതൊരു ക്യാരക്ടർ ഫോർമേഷനും ഇല്ലാതെ വളരുന്ന ആൺകുട്ടികളുമുണ്ട്, പെൺകുട്ടികളുമുണ്ട്. അത്തരക്കാരാണ് ഈ പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ വളരെ വെൽ ബ്രോട്ടപ്പ് ആയിട്ടുള്ള ഒരു കുട്ടിയായതുകൊണ്ട്, രാഹുലിന്റെ അമ്മയെ എനിക്കറിയാം. അത് മാത്രവുമല്ല, രാഹുൽ ഈശ്വർ നമുക്കറിയാം എന്താണ് ശബരിമല മേൽശാന്തിയുടെ കൊച്ചുമകനാണ്. അപ്പൊ അവരുടെ ആ പിന്നെ അന്തരീക്ഷം തന്നെ അങ്ങനെ, ആ അമ്മയെ ഒക്കെ നമുക്ക് അമ്മയുമായിട്ടൊക്കെ പരിചയപ്പെടുമ്പോൾ നമുക്കറിയാം. അതുപോലെ ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളുമൊക്കെ ആയല്ലോ. രാഹുൽ ഈശ്വറിന്റെ ഭാര്യ, അവരെന്ത് നല്ല സന്തുഷ്ടമായ ഒരു കുടുംബമായിട്ടാണ് കഴിയുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ ഫോർമേഷൻ, രാഹുൽ ഈശ്വറിന്റെ ക്യാരക്ടർ ഫോർമേഷനിൽ പേരൻസ് എങ്ങനെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആ കുട്ടി അങ്ങനെ വളരെ നല്ല തരത്തിലും. അപ്പൊ ഒരു ടീച്ചർ എന്ന രീതിയിൽ ഞാൻ പഠിപ്പിക്കുന്ന കാലത്തും രാഹുൽ ഈശ്വറിന്റെ സ്വഭാവം ആ രീതിയിലായിരുന്നു. അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ തിന്മ, അതാണ് ഞാൻ നേരത്തെ ആദ്യം തുടങ്ങിയ കഥ. ആ ആചാര്യ രജനീഷിന്റെ ആശ്രമത്തിൽ പോകുന്നത് അവിടെ പോയി എന്തെങ്കിലും കൗതുകകരമായ കാര്യം കാണാനോ അതിൽ പങ്കെടുക്കാനോ അല്ല, അത് ഉണ്ട് എന്ന് ഉറപ്പു വരികയാണെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ വേണ്ടി ആണ് വന്നത്. അപ്പോൾ ഒരു വലിയ ലക്ഷ്യത്തിന്റെ ഉടമയാണ് രാഹുൽ ഈശ്വർ. തിന്മ എവിടെ കണ്ടാലും ആ തിന്മയ്ക്കെതിരെ ശബ്ദിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാഹുൽ ഈശ്വറിന്റെ ശബ്ദം. അപ്പൊ അതുകൊണ്ട്, അതായത് രാഹുൽ ഈശ്വർ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ചുവെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം തൻ്റെ മുൻപിലേക്ക് എനിക്ക് താങ്കളുടെ ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ ഓടി വന്ന ആ പെൺകുട്ടിയായിരിക്കും ഒരുപക്ഷെ രാഹുൽ ഈശ്വർ ഓർത്തത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസസിലും അങ്ങനെ ചതിക്കപ്പെട്ടുവോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഒരു പക്ഷേ രാഹുൽ ഈശ്വർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകണം. രണ്ടായാലും രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയെ പറ്റി രാഹുൽ ഈശ്വറിന്റെ ടീച്ചറായ എനിക്ക് ഒന്നാന്തരം ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് ആരുടെ മുൻപിലും കൊടുക്കാനുള്ളത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ഒരു തരത്തിലും ദ്രോഹിക്കാത്ത നല്ലവരിൽ നല്ലവനായ ഒരു ജെന്റിൽമാനാണ് രാഹുൽ ഈശ്വർ. അപ്പൊ ആ രാഹുൽ ഈശ്വറിന് മറ്റുള്ളവർക്ക് വേണ്ടി, രാഹുൽ ഈശ്വർ പറഞ്ഞത് പുരുഷന്മാർക്കും വേണം സേഫ്റ്റി എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പുരുഷന്മാർക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്, ഞാൻ സമരം ചെയ്യുന്നത്. അദ്ദേഹം ജയിലിൽ സമരം ചെയ്തു. അതൊക്കെ സത്യസന്ധമായിട്ട് തന്നെയാകും രാഹുൽ അത് പറഞ്ഞത്. കാരണം അങ്ങനെ പൊള്ളയായി എന്തെങ്കിലും പറയുകയും അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു അഭിനേതാവായിട്ട് രാഹുൽ ഈശ്വറിനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അയാളുടെ മുഖത്ത് കാണും അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അത്രയും സുതാര്യനായ ഒരു മനുഷ്യനായിട്ട്, ഒരു ശിഷ്യനായിട്ടാണ് രാഹുലിനെ ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ രാഹുലിന്റെ അമ്മ ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് അതും മനസ്സിലായി. അയ്യോ, ശബരിമല മേൽശാന്തിയുടെ പിന്നെ അനിയത്തിയാണെന്നോ മകളാണെന്നോ അങ്ങനെ ആ കുടുംബത്തിൽ പെട്ടതാണെന്നോ അങ്ങനെയുള്ള യാതൊരു ഭാവവും ഇല്ലാതെ വളരെ എളിമയോടും ഒക്കെ കൂടി സംസാരിക്കുന്ന ഉത്തമയായ ഒരു കുടുംബിനിയായിട്ടാണ് എനിക്ക് അവരെ തോന്നിയത്. അങ്ങനെ ഉത്തമയായ കുടുംബിനിക്ക് മാത്രമാണ് ഉത്തമരായ മക്കളെയും വളർത്തി കൊണ്ടുവരാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന രാഹുൽ ഈശ്വർ എത്രയും നേരത്തെ ജയിലഴിക്കുള്ളിൽ നിന്ന് പുറത്തു വരാൻ ഇടവരട്ടെ എന്നാണ് എൻ്റെ ആശംസ, എൻ്റെ പ്രാർത്ഥനയും.